എൻട്രി ലെവൽ ശ്രേണി മോഡലുകൾക്ക് അടുത്തിടെ ഇന്ത്യൻ വിപണിയിൽ ഗണ്യമായ വിൽപ്പനയിടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ പുതിയ മൈക്രോ SUV കാറുകളെ പുറത്തിറക്കാൻ തയ്യാറാവുകയാണ് നിർമ്മാതാക്കൾ. മഹീന്ദ്ര KUV 100 എന്ന മോഡൽ വിപണിയിൽ എത്തിച്ചെങ്കിലും അതിന്റെ വിൽപ്പന സ്ഥിരത നിലനിർത്താൻ സാധിച്ചില്ല. അതേസമയം റിനോയുടെ ക്വിഡ് ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനമായി മാറി. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയും s-presso എന്ന മൈക്രോ SUVയെ അവതരിപ്പിച്ച് ഈ ശ്രേണിയിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ്. SUV സ്റ്റൈലിംഗ് ഉള്ള ക്വിഡ് ശരിയായ മൈക്രോ SUV അല്ല, എങ്കിലും ഈ ശ്രേണിയുടെ സാധ്യതകളിലേക്ക് വഴി തുറന്നു കൊടുത്തത് ക്വിഡാണ്. മാരുതി s-presso സെപ്റ്റംബർ 30 വിപണിയിൽ അവതരിപ്പിക്കും. ടാറ്റയുടെ H2X ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹോർണർബിൽ മോഡലും വിപണിയിൽ എത്തുന്നതോടെ ഈ സെഗ്മെന്റിലെ മത്സരം ചൂടുപിടിക്കും. കൂടാതെ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായും ഈ ശ്രേണിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒരു മൈക്രോ SUVയെ വിപണിയിലെത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് ഹ്യുണ്ടായി. മൈക്രോ SUV പ്രോജക്റ്റിന് AX എന്ന കോഡ് നാമം നൽകിയിട്ടുണ്ടെങ്കിലും ഇത് കൊറിയയിലെ ഗാൻജുവിൽ നിർമ്മിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. H2 2021 ഉൽപാദനം ആരംഭിക്കും. 70,000 യൂണിറ്റാണ് വാർഷിക ഉൽപാദനമായി കമ്പനി ലക്ഷ്യം വെക്കുന്നത്. AX ഇന്ത്യയിലേക്കും ദക്ഷിണ കൊറിയയിലേക്കും പരിമിതപ്പെടുത്താതെ ഒരു ആഗോള ഉൽപ്പന്നമാക്കാനാണ് സാധ്യത. മൈക്രോ SUV ആശയം ഇന്ത്യയിൽ അടുത്ത വർഷം നടക്കുന്ന ഓട്ടോ എക്സ്പോയിൽ അനാവരണം ചെയ്യാനാകും. 2 പതിറ്റാണ്ടിലേറെ നീണ്ട അഭാവത്തിനു ശേഷം ദക്ഷിണ കൊറിയയിലെ ലൈറ്റ് വെഹിക്കിൾ വിപണിയിൽ കമ്പനിക്ക് വീണ്ടും പ്രവേശിക്കാൻ മൈക്രോ SUV സഹായിക്കും. ഉയർന്ന ആഭ്യന്തര ഉൽപാദന ചെലവ് നേരിടുന്നതിനാൽ നിരവധി വർഷങ്ങളായി ഈ വിഭാഗത്തിൽ പ്രവേശിക്കുന്നതിൽ ഹ്യുണ്ടായി വിമുഖത കാട്ടിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും ചെറുതും താങ്ങാനാവുന്നതുമായ SUV ആയ വെന്യുവിന് താഴെയായിരിക്കും ഹ്യുണ്ടായി AXന്റെ സ്ഥാനം. ഇത് 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരിക്കും വാഗ്ദാനം ചെയ്യുക. ഉയർന്ന പ്രാദേശികവൽക്കരണം നേടുന്നതിന് ഹ്യുണ്ടായി AXന് സാൻഡ്രയുടെ അതേ പ്ലാറ്റ്ഫോമിലാകും നിർമ്മിക്കുക. സാൻഡ്രോയിൽ ഉപയോഗിക്കുന്ന 1.1 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനെ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സ്റ്റാൻഡേർഡായും 5 സ്പീഡ് സ്മാർട്ട് ഓട്ടോ AMTയുമായും വിപണിയിലെത്തിയേക്കാം. 2021 വിപണിയിലെത്തുമ്പോൾ 4.5 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെയായിരിക്കും ഹ്യുണ്ടായി മൈക്രോ SUVയുടെ എക്സ് ഷോറൂം വില.